ഹായ്, ഗുഡ് മോർണിംഗ്. ദിസ് ഇസ് മറൂഫ്, യുവർ സെയിൽസ് എക്സ്പെർട്ട്. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജിയെ കുറിച്ച് പറയാനാണ് നിങ്ങളുമായിട്ട് വന്നത്. നമ്മളെല്ലാവരും BYD എന്ന് പറയുന്ന ഒരു ചൈനീസ് ബ്രാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ EV വെഹിക്കിൾസ് വിറ്റഴിക്കുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ, 2009 ഇതിനെപ്പറ്റി ഒരു ഇൻ്റർവ്യൂവിൽ ഇലോൺ മസ്കിനോട് ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കെതിരെ ചൈനയിൽ ഒരു കമ്പനി വരുന്നുണ്ടല്ലോ, BYD എന്നാണ് പേര്, ഇത് നിങ്ങളുടെ ടെസ്ല എന്ന് പറയുന്ന ബ്രാൻഡിനെ തകർക്കുമോ എന്ന് പറയുന്ന ഒരു ചോദ്യം വരുന്നുണ്ട്. അന്ന് അദ്ദേഹം ആ ചോദ്യത്തെ വളരെ ചിരിച്ചുകൊണ്ട് പരിഹാസത്തോടു കൂടിയാണ് നേരിട്ടത്. പക്ഷെ പിന്നീട് നടന്നത് ചരിത്രമാണ്. 2025 കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ BYD-യുടേതാണ്. സോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ബിസിനസ് സ്ട്രാറ്റജി എന്തെന്ന് വെച്ചാൽ, BYD എന്ന് പറയുന്ന കമ്പനി തുടക്കത്തിൽ ആരംഭിക്കുന്നത് ബാറ്ററി ബിൽഡ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ബാറ്ററികൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി പിന്നീട് ലോകത്തിന്റെ മാറ്റത്തിനനുസരിച്ച്, അന്ന് തുടങ്ങുന്ന സമയത്ത് ബാറ്ററി കൊടുത്തിരുന്നത് നോക്കിയ, അതുപോലെ തന്നെ സോണിയ പോലുള്ള ഫോണുകൾക്കായിരുന്നു, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സിനായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ലോകം വെഹിക്കിളിലേക്ക് മാറുമെന്ന്. അങ്ങനെ അദ്ദേഹം വെഹിക്കിളിന്റെ ബാറ്ററികൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ബാറ്ററി ടെസ്ല വരെ വാങ്ങി എന്നുള്ളതാണ് ചരിത്രം. 2020 ശേഷം ടെസ്ലയിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ പോലും BYD-യിൽ നിന്ന് വാങ്ങുന്ന ബാറ്ററിയാണ്. പിന്നെ അദ്ദേഹം ചെയ്തത് വണ്ടികൾ ഉണ്ടാക്കാനാണ്, വെഹിക്കിൾസ് ഉണ്ടാക്കാനാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ബാറ്ററി ഉണ്ടാക്കിയ ഒരു കമ്പനി ഗ്രാജ്വലി നെക്സ്റ്റ് ലെവൽ സ്റ്റെപ്പിലേക്ക് എത്തി എന്നുള്ളതാണ്. സോ ഒരു ബിസിനസ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ഫ്രം സ്മോൾ, സ്റ്റാർട്ട് ഇറ്റ് നൗ ആൻഡ് തിങ്ക് ലൈക്ക് ബിഗ് ആൻഡ് തിങ്ക് ലൈക്ക് വാട്ട് ഈസ് ദ ഫ്യൂച്ചർ വേൾഡ്. ഇതാണ് BYD ഉപയോഗിച്ച സ്ട്രാറ്റജി. സോ അദ്ദേഹം ചെയ്ത ഒരു കാര്യം വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നതാണ്. അതായത് BYD എന്ന് പറയുന്ന വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന എല്ലാ പാർട്സും അവരുടെ ഓൺ കമ്പനിയിൽ നിന്ന് തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ വെഹിക്കിളിൻ്റെ പ്രൈസ് വളരെ കുറവായിരിക്കും. അതേസമയം ടെസ്ലയും മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പാർട്സ് മറ്റ് സബ് കോൺട്രാക്ട് ചെയ്ത് ബാക്കി കമ്പനിയിൽ നിന്ന് അവൈലബിൾ ചെയ്ത് അതിനെ ചെയ്തിട്ടാണ് പുറത്തിറക്കുന്നത്. അപ്പോൾ പ്രൈസ് കൂടും കമ്പാരിറ്റീവ്ലി. അണ്ടർസ്റ്റുഡ്? സോ വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി BYD യൂസ് ചെയ്തു. സോ ദേ ബിക്കെയിം ദ ബിഗ്ഗസ്റ്റ് ഗെയിം ചേഞ്ചർ ഇൻ ദ വേൾഡ്. സോ പണ്ട് പരിഹസിച്ചവനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് അദ്ദേഹം ലോകത്തിലെ സക്സസ്ഫുൾ EV ഡെലിവറി